പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാഷണൽ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് എല്ലാ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥികൾക്കും സ്വാഗതം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതോറിറ്റി ഓഫ് എ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഭരണഘടനയുടെ ആധികാരികത നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ആ 3 ഡിറ്റർമിനിങ് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, ദ മോഡ് ഓഫ് പ്രൊമുൾഗേഷൻ, അതുപോലെ തന്നെ പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ് ആൻഡ് ഇറ്റ്സ് ബാലൻസ്. ദീസ് ആർ ദ 3 ഡിറ്റർമിനിങ് ഫാക്ടേഴ്സ് ഓഫ് അതോറിറ്റി ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഫാക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടന ആധികാരികമാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് ദ മേക്കിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയുടെ ഭരണഘടന നിർമ്മാണം എങ്ങനെയായിരുന്നു. ദ മോഡ് ഓഫ് പ്രൊമുൾഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഭരണഘടന ആരുണ്ടാക്കി, എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടന ആരുണ്ടാക്കി, എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഫോർമലി മെയ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വിച്ച് വാസ് ഫോംഡ് 1946. 1946 ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കിയത്. വാട്ട് ഡു യു മീൻ ബൈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി? ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറഞ്ഞാൽ എന്താ? വളരെ സിമ്പിളാണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് ബോഡി. ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ സമിതിയെയാണ് നമ്മൾ ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണല്ലോ. പരോക്ഷമായ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. The Constituent Assembly was formed on the basis of the proposal of suggested by Cabinet Mission Plan. അതായത് നമ്മുടെ ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. It held its first sitting on 9th December 1946 at Delhi. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഫസ്റ്റ് സിറ്റിംഗ് 1946 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ച് നടന്നു. അന്നത്തെ ആ ആദ്യത്തെ സമ്മേളനത്തിൽ ആ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള സച്ചിദാനന്ദ സിൻഹയെ അതിൻ്റെ ടെമ്പററി പ്രസിഡന്റായിട്ട് നിയമിക്കുകയും ചെയ്തു. പിന്നീട് 1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ അതിൻ്റെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഭരണഘടനാ നിർമ്മാണ സമിതി 1946 രൂപീകരിച്ച ഈ ഭരണഘടനാ നിർമ്മാണ സമിതി പിന്നീട് ഇന്ത്യയുടെ ഒരു പരമാധികാര സ്ഥാപനമായി മാറുകയും ഒരു പാർലമെന്റായി പ്രവർത്തിക്കാനും ആരംഭിച്ചു. ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗസംഖ്യ എങ്ങനെയായിരുന്നു എന്നും കൂടെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും 292 ആളുകളെ, അതായത് 1946 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. അറിയാലോ, അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പ്രവിശ്യകളായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ എന്ന് പറയുന്നത്. ആ പ്രവിശ്യകളിൽ നിന്നും 292 ആളുകളും, അതായത് 292 ഇന്ത്യക്കാരെയും, നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 93 ഇന്ത്യക്കാരെയും, അതുപോലെ തന്നെ ഇങ്ങനെ മൊത്തം ഏകദേശം 385 ആളുകളെ ഇന്ത്യക്കാരെ നോമിനേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. പിന്നീട് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നു. വിഭജനം നടന്നപ്പോൾ പാകിസ്ഥാന്റെ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെല്ലാം ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നിന്നും മാറ്റി നിർത്തി ബാക്കി 299 അംഗങ്ങളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് 1947 ശേഷം ഉണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞു, സഭയിലെ അംഗങ്ങളെ നേരിട്ടായിരുന്നില്ല തെരഞ്ഞെടുത്തിരുന്നത്. എന്നിട്ട് പോലും നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി എന്ത് സ്വഭാവമുള്ളതായിരുന്നു? പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു സഭയായിരുന്നു. എന്താ പ്രാതിനിധ്യ സ്വഭാവമുള്ളായിരുന്നു? എല്ലാ വിഭാഗം ആളുകളെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു സമിതിയായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതി എന്നർത്ഥം. അതിൽ ഏകദേശം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 26ഓളം ആളുകൾ ഉണ്ടായിരുന്നു. കോൺഗ്രസ് പാർട്ടിക്കായിരുന്നു ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നത്. ആ കോൺഗ്രസ് പാർട്ടിയുടെ അന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം ആളുകളുടെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ് എന്നുള്ളതാണ്. ഇനി ഞാൻ ആദ്യം തന്നെ നമ്മൾ തുടങ്ങിയിരുന്ന ഒരു ഫസ്റ്റ് ചോദ്യം ചോദിച്ചുകൊണ്ടായിരുന്നു, ഭരണഘടനയുടെ ആധികാരികത എന്താണെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു. ഭരണഘടനയുടെ ആധികാരികത എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആരുണ്ടാക്കി, എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതാണ് ഫസ്റ്റത്തേത്. ദ മോഡ് ഓഫ് പ്രൊമുൾഗേഷൻ ആണ് പറഞ്ഞത് അല്ലെ? ആ മോഡ് ഓഫ് പ്രൊമുൾഗേഷൻ ഇവിടെ റെഡിയാണ്.
ഇന്ത്യൻ ഭരണഘടന ആരുണ്ടാക്കി, എങ്ങനെ ഉണ്ടാക്കി എന്നത് നോക്കണമെന്നുണ്ടെങ്കിൽ മറ്റ് 2 പ്രധാനപ്പെട്ട ഘടകങ്ങളും കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ആ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡെലിബറേഷൻ ആൻഡ് ദ പ്രൊസീജിയർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ദീസ് ആർ ദ ഡിറ്റർമിനിങ് ഫാക്ടേഴ്സ് ഓഫ് എ അതോറിറ്റി ഓഫ് എ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമുക്ക് എന്താണ് വിചിന്തന തത്വവും എന്താണ് അതിൻ്റെ നടപടിക്രമങ്ങളും എന്നുള്ളത് ഒന്ന് പരിശോധിച്ച് നോക്കാം. വിചിന്തന തത്വം എന്താണിത്? വിശദവും സമ്പൂർണവുമായ ചർച്ചകൾക്ക് ശേഷമാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കപ്പെട്ടത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഒരു സംവാദ സദസ്സായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഭരണഘടനയെ കുറിച്ചുള്ള ചർച്ചകൾ പങ്കെടുക്കുമ്പോൾ ഓരോ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഓരോ അംഗത്തിനും അവരുടെ മനസ്സിലുണ്ടായിരുന്നത് രാഷ്ട്രത്തിന്റെ താല്പര്യം മാത്രമായിരുന്നു, അല്ലാതെ വ്യക്തിപരമായ ഒരു താല്പര്യവും ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. സഭയിലെ അംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആശയപരമായ ഒരുപാട് ഭിന്നതകളും അവിടെ ഉയർന്നിരുന്നു. അങ്ങനെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉയർന്ന ആശയപരമായ ഭിന്നതകൾ, പ്രധാനപ്പെട്ട ആശയങ്ങൾ, ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടായ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് താഴെ പറയുന്നത്. ഒന്ന്, നമ്മുടെ രാജ്യത്തിന് ഒരു കേന്ദ്രീകൃത ഭരണം വേണോ അതോ ഒരു വികേന്ദ്രീകൃത ഭരണം വേണോ? ഇന്ത്യ ഒരൊറ്റ ഗവൺമെന്റിന് കീഴിൽ വേണോ അതല്ല അധികാരങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ്, പ്രാദേശിക ഗവൺമെന്റ് ഇങ്ങനെയുള്ള ഒരു വികേന്ദ്രീകൃത സംവിധാനം വേണോ എന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ആദ്യം വിവാദപരമായ രീതിയിൽ അല്ലെങ്കിൽ സംവാദങ്ങൾ നടന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന്. രണ്ടാമത്തത് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം എന്നതുമായി ബന്ധപ്പെട്ടത്. 3. ജുഡീഷ്യറിയുടെ അധികാരങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്നുള്ളതാണ്. ജുഡീഷ്യറിയുടെ അധികാരങ്ങൾ എത്രത്തോളം ഉണ്ടാവണം, അവരുടെ അധികാരങ്ങൾ എന്തെല്ലാം ആയിരിക്കണം എന്നുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു ചർച്ചയും നടന്നിരുന്നത്. അങ്ങനെ ആധുനിക രാഷ്ട്രത്തിന്റെ അടിത്തറയിലുള്ള ഓരോ പ്രശ്നവും സമഗ്രമായ ചർച്ച ചെയ്തും വിശകലനം ചെയ്തുകൊണ്ടുമായിരുന്നു ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചത് എന്നുള്ളതാണ്. ഇനി എന്തൊക്കെയായിരുന്നു നടപടിക്രമങ്ങൾ, ദ പ്രൊസീജിയർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതാണ് ഇനി പറയാൻ പോകുന്നത്. സഭയുടെ പ്രവർത്തനം സുഗമമാക്കുന്നതിന് വേണ്ടി സമിതി വിവിധ കമ്മിറ്റികളെ രൂപീകരിച്ചിരുന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും 8 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 8 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു ഇതിന് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിക്ക്. അതിൽ ഒന്നാമത്തെ കമ്മിറ്റി നോക്കൂ, നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും കമ്മിറ്റികൾ അല്ലേ. ഒന്ന് റൂൾസ് കമ്മിറ്റി, അതുപോലെ തന്നെ യൂണിയൻ സബ്ജക്റ്റ് കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി, അഡ്വൈസറി കമ്മിറ്റി, അതുപോലെ തന്നെ പ്രൊവിഷണൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റി, ഡ്രാഫ്റ്റ് കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റന്റ് കമ്മിറ്റി. ദീസ് ആർ ദ 8 കമ്മിറ്റീസ് ഓഫ് കോൺസ്റ്റന്റ് അസംബ്ലി. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ 8 കമ്മിറ്റികളായിരുന്നു ഇവ. ഭരണഘടനാ നിർമ്മാണ സമിതി ആധികാരികമായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും ആരുണ്ടാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാലൊക്കെ അതിനെ പറ്റിയ ആൻസറാണ് നമുക്ക് പറയാം, ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നേതാക്കന്മാരായിരുന്നു ഉണ്ടാക്കിയിരുന്നത് എന്നുള്ളതാണ്. അതെ, ഈ ഓരോ കമ്മിറ്റികളുടെയും ചുമതല വഹിച്ചിരുന്നത് ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള, ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ പോലുള്ള, സർദാർ വല്ലഭായ് പട്ടേലിനെ പോലുള്ള, മൗലാന അബ്ദുൽ കലാം ആസാദിനെ പോലുള്ള, ഡോക്ടർ അംബേദ്കറിനെ പോലുള്ളവരായിരുന്നു നമ്മുടെ ഈ 8 കമ്മിറ്റികൾക്കും അധ്യക്ഷത വഹിച്ചിരുന്നത്, അതിൻ്റെ ചുമതല നിർവഹിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് ചുക്കാൻ പിടിച്ചിരുന്നത് ഡ്രാഫ്റ്റ് കമ്മിറ്റി ആയിരുന്നു എന്നുള്ളതാണ്. ആ ഡ്രാഫ്റ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ അംബേദ്കർ ആയിരുന്നു. ഡ്രാഫ്റ്റ് കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഭരണഘടനയ്ക്ക് ഒരു കരട് രൂപം ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഭരണഘടനയ്ക്ക് ഒരു കരട് രൂപം തയ്യാറാക്കിയത് ഡോക്ടർ അംബേദ്കർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ അംബേദ്കർ ആണ്. ഒരു വർഷത്തിലേറെ നീണ്ടുനിന്ന ചർച്ചകളും ആയിരക്കണക്കിന് ഭേദഗതികൾക്കും ശേഷം 1949 നവംബർ 26 ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് അംഗീകാരമേകിക്കൊണ്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഒപ്പുവെച്ചു. ഭരണഘടനാ നിർമ്മാണ സഭ ഏകദേശം 2 കൊല്ലവും 11 മാസവും എടുത്തു ആ ഭരണഘടന ഒന്ന് എഴുതി ഉണ്ടാക്കി ഈ കാണുന്ന രൂപത്തിലേക്കാക്കി മാറ്റുന്നതിന്. ഇക്കാലത്ത് ഏകദേശം 166 ദിവസങ്ങൾ എടുത്തു ഓരോ സമ്മേളനങ്ങളും നടന്നു.
ഏകദേശം ഈ കാലഘട്ടത്തിൽ 161 ദിവസങ്ങൾ സഭ സമ്മേളിച്ചിരുന്നു എന്നുള്ളതാണ് ഈ ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടി. അപ്പോൾ എത്രത്തോളം പിന്നെ ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ദീർഘവീക്ഷണത്തോടും പ്രയാസങ്ങളും അതുപോലെ തന്നെ വളരെ റിസ്ക് എടുത്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഒരു ഭരണഘടന രൂപീകരിക്കപ്പെട്ടത്. ദ മോഡ് ഓഫ് പ്രൊമുൾഗേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഇന്ത്യയുടെ ഭരണഘടന ആധികാരികമാണെന്ന് പറയാം. കാരണം ഭരണഘടന ആര് ഉണ്ടാക്കി, എങ്ങനെ ഉണ്ടാക്കി? ഭരണഘടന ആരുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ദ മോഡ് ഓഫ് പ്രൊമുൾഗേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡെലിബറേഷൻ. ഭരണഘടനയുടെ വിചിന്തന തത്വം. ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ 1000-ലധികം പ്രാവശ്യം ചർച്ചകൾ ചെയ്തുകൊണ്ട് ഒക്കെയായിരുന്നു ഓരോ വകുപ്പുകളും നിയമങ്ങളും ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. പിന്നെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് 8 കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ഓരോ കമ്മിറ്റികളും ഓരോ കാര്യങ്ങളായിരുന്നു ചെയ്തിരുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഡ്രാഫ്റ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. ആ ഡ്രാഫ്റ്റ് കമ്മിറ്റിയാണ് ഭരണഘടനയ്ക്ക് കരട് രൂപമുണ്ടാക്കിയത്. അങ്ങനെ നോക്കുമ്പോൾ ആരുണ്ടാക്കി, എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതിനും ഉത്തരം നമുക്ക് കിട്ടി. അങ്ങനെയൊക്കെയാണ് ഒരു ഭരണഘടന ഉണ്ടാക്കിയത് കൊണ്ട് തന്നെയാവും ഇന്നും ആ ഭരണഘടന നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. ഓക്കെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പൊളിറ്റിക്കൽ സയൻസിൻ്റെ +1 കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ, 1ാമത്തെ ചാപ്റ്ററിലെ കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ എന്ന് പറയുന്ന ഭാഗത്തിലെ മേക്കിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയുമാണ് ഇന്നത്തെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് മേക്കിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതാണ്. നാളെ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് ഡിറ്റർമിനിങ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ദ പ്രൊവിഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതോടൊപ്പം തന്നെ അത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ലാസ്റ്റ് ആയിട്ടുള്ള അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് ബാലൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് ഇന്ത്യൻ ഭരണഘടനയിൽ എത്രത്തോളം നല്ല രീതിയിൽ നിർവഹിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചാൽ നമ്മുടെ ഭരണഘടന ആധികാരികമാണോ അല്ലേ എന്നത് നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കും. അതാണ് അടുത്ത ക്ലാസ്സിൽ പറയാനുള്ളത്. അതിന് മുമ്പ് ചെറിയൊരു ടോപ്പിക്കും കൂടെ ദേശീയ പ്രസ്ഥാനത്തിൽ നിന്നുള്ള പാരമ്പര്യം എന്ന് പറഞ്ഞുകൊണ്ടൊരു ടോപ്പിക്, അതും കൂടെ ആയിക്കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഈ ചാപ്റ്റർ തന്നെ അവസാനിക്കാറായി. ഓക്കെ, താങ്ക് യു.